തിരിച്ചടി നേരിട്ടാലും CPIM തെറ്റു തിരുത്തുമെന്ന് കരുതുന്നില്ല എന്ന് പറയുകയാണ് തളിപ്പറമ്പിലെ നിയുക്ത MLA TK ഗോവിന്ദൻ. ഇപ്പോൾ തിരുത്തുമെന്ന് പറയുന്നത് അണികളെ ആശ്വസിപ്പിക്കാൻ മാത്രമാണെന്നും തിരുത്തിയ അനുഭവം തനിക്കില്ലെന്നും TK ഗോവിന്ദൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. പാർട്ടിയെ നയിക്കേണ്ടത് ജനകീയ മുഖങ്ങളെന്നും പിണറായിയും ഗോവിന്ദനും മാറണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും TK ഗോവിന്ദൻ പറഞ്ഞു. പ്രതികരണത്തിലേക്ക്. പിന്നെ ഇപ്പോൾ തിരുത്തും, എല്ലാവർക്കും തുറന്ന അഭിപ്രായം പറയാം എന്നൊക്കെ ഇപ്പോൾ പറയുന്നത് ഈ പരാജയത്തിൽപ്പെട്ട് നിരാശ പൂണ്ട് കിടക്കുന്ന പാർട്ടി അണികളെ അവിടെ തൽക്കാലം ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി പറഞ്ഞ വെറും പാഴ്വാക്കളായിട്ട് ഞാൻ കാണുന്നുള്ളൂ. കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ധാർഷ്ട്യം നിറഞ്ഞ നേതൃത്വം മാറണം, എന്നിട്ട് ജനകീയ മുഖമുള്ള നേതൃത്വം വരണം എന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് പാർട്ടി ചിന്തിക്കുമോ എന്നതാണ് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം. നിഖിൽ വിവരങ്ങളുമായി ചേർന്നുകൊണ്ട് കണ്ണൂർ നിന്നിട്ട്. നിഖിൽ, ഗുഡ് മോർണിംഗ്. ഇപ്പം TK ഗോവിന്ദൻ പറയുന്ന അനുസരിച്ചാണെങ്കിൽ പാർട്ടി ഓരോ ഘട്ടത്തിലും പരാജയപ്പെടുന്ന ഘട്ടങ്ങളിലൊക്കെ ഇതേപോലെ ഒരു പുനർവിചിന്തനത്തിന് പോകാറുണ്ട്, പക്ഷേ തിരുത്തുന്നത് കാണാറില്ല. ഇത്തവണത്തേതും അതേപോലെ തന്നെ വെറും പറച്ചിൽ മാത്രമാണ്, ഒരു തിരുത്തൽ പ്രതീക്ഷിക്കാനേ കഴിയില്ല എന്നാണ്. സേതു, ഗുഡ് മോർണിംഗ്. ഏതായാലും TK ഗോവിന്ദൻ തളിപ്പറമ്പിലെ വൻ വിജയത്തിന് പിന്നാലെ ആവർത്തിച്ച് പറയുന്ന കാര്യം ഇതുതന്നെയാണ്. CPIM എത്രയൊക്കെ മുന്നിൽ കാര്യങ്ങളുണ്ടായാലും തെറ്റ് തിരുത്താൻ തയ്യാറാകില്ല, അതാണ് തൻ്റെ അനുഭവം എന്നതാണ് TK ഗോവിന്ദൻ പറയുന്നത്. CPIMൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന ഒരാൾ കൂടിയാണ് എന്നതും ശ്രദ്ധേയമാണ്. ഏതായാലും പിണറായി വിജയനും MV ഗോവിന്ദനും മാറണം എന്ന ഒരഭിപ്രായം TK ഗോവിന്ദൻ ആവർത്തിച്ച് പറയുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇപ്പോൾ ഈ തെറ്റുതിരുത്തൽ എന്ന കാര്യം CPIM ചർച്ചയാക്കുന്നത് വലിയ പരാജയത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന അണികളെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. അതല്ലാതെ ഒരു തരത്തിലുള്ള തിരുത്തലും CPIMൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകില്ല. തൻ്റെ അനുഭവങ്ങളിൽ നിന്ന് അതാണ് വ്യക്തമാകുന്നത് എന്നതാണ് TK ഗോവിന്ദൻ പറഞ്ഞു വയ്ക്കുന്നത്. ഒപ്പം മറ്റൊരു കാര്യം പറയുന്നത്, ഇത്ര വലിയ പരാജയം CPIM നേരിടാൻ കാരണം നേതാക്കളുടെ ജനകീയത നഷ്ടപ്പെട്ടതാണ്. ജനകീയതയുള്ള നേതാക്കൾ പാർട്ടിയുടെ തലപ്പത്തേക്ക് വരണം, പാർട്ടിയെ നയിക്കാൻ വരണം എന്ന കാര്യമാണ് TK ഗോവിന്ദൻ പറഞ്ഞു വയ്ക്കുന്നത്. ജനകീയ മുഖമുള്ള നേതൃത്വം വേണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ ആഗ്രഹമാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ രൂപത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. അതനുസരിച്ച് തിരുത്താൻ CPIM തയ്യാറാകുമോ എന്നുള്ളതാണ് തൻ്റെ ചോദ്യം എന്നുകൂടി TK ഗോവിന്ദൻ പറയുന്നുണ്ട്. സേതു, ശരി നിഖിലേ, ഓക്കെ. അപ്പോൾ TK ഗോവിന്ദൻ പറഞ്ഞ കാര്യങ്ങൾ പറയുകയായിരുന്നു നിഖിൽ.